കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയ സഹോദരീ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനം ആദ്യമായി ചൊല്ലുന്നു. Greetings to all in the name of our Lord and Savior Jesus Christ. ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധാനത്തിൽ കടന്നു വന്നേ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ദൈവം നമ്മെ ശേഷിപ്പിച്ച കർത്താവിന്റെ കരുണയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. God has given us another day to come before His presence. അനേകർ ചുറ്റുപാടുകളും കഷ്ടപ്പെടുമ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി ജാഗരിക്കുവാനും നമുക്ക് ദൈവം ഇടയാക്കട്ടെ. Let us be praying for those who are around us who are suffering from this disease. ഇന്ന് ഞാൻ ചിന്തിക്കുവാനായി തെരഞ്ഞെടുത്തു വന്നിരിക്കുന്ന വേദഭാഗം തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-21 വാക്യമാണ്. എന്നാൽ ഒരു വീട്ടിൽ പൊന്നെ വെള്ളിയും കൊണ്ടുള്ള സാധനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെളിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് യോഗ്യവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. Today I would like to read from 2 Timothy chapter 2 verses 20 and 21. It says, "In a large house there are articles not only of gold and silver, but also of wood and clay. Some are for special purpose and some are for common use. Those who cleanse themselves from the latter will be instruments for special purposes, made holy, useful to the master, and prepared to do any good work." ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് യജമാനന് നല്ല പ്രവൃത്തിക്കായി ഉപയോഗിക്കുന്ന പാത്രം എന്നുള്ളതാണ്. Today my theme for the message is how can be a vessel that's useful to the master. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് താൻ വളരെ പ്രായമായ ശേഷം തൻ്റെ മരണമൊക്കെ ഏകദേശം ആയി എന്ന് തനിക്ക് ഗ്രഹിക്കാവുന്ന കാലഘട്ടത്തിൽ തൻ്റെ പ്രിയ മകൻ തിമോത്തിയോസിന് എഴുതുന്ന ലേഖനമാണ് നാം വായിച്ചു കേട്ടത ഭാഗം. Here Paul in his older age is writing a letter to Timothy, whom he considered his dear son. ആ തിമോത്തിയോസിനോട് താൻ പറയുകയാണ്, ദൈവവേലയ്ക്കായി ഉപയോഗിക്കുവാൻ കൊള്ളാവുന്ന നല്ല പാത്രമായിരിക്കാൻ. And Paul's writing to Timothy saying that be a useful vessel to be useful to your master. അതിനുവേണ്ടി നാം ഒരുങ്ങിയിരിക്കണം എന്നാണ് പൗലോസ് തിമോത്തിയോസിനെ ഉദ്ബോധിപ്പിക്കുന്നത്. And he's conveying to Timothy that we must be ready for that. അതിന് ഉദാഹരണമായി താൻ എടുക്കുന്നത് ഒരു വീട്ടിൽ അനേക പാത്രങ്ങളുണ്ട്, വസ്തുക്കളുണ്ട്. അതിൽ ചിലത് നല്ല കാര്യത്തിനും ചിലത് ഹീന കാര്യത്തിനും ഉപയോഗിക്കുന്നു. And to make that point, Paul here is giving an example that in a house there are many articles. Some are gold, some are wood and clay. എന്നാൽ നിന്നെക്കുറിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയെങ്കിലും ഉപയോഗിക്കുവാനല്ല, യജമാനന് ഉപയോഗമുള്ള നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ജീവിതമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് താൻ പറയുന്നത്. And Paul wants Timothy to be a useful vessel for the kingdom of God. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നാം ഓരോരുത്തരും ദൈവത്തിന്റെ പാത്രങ്ങളായി ഈ ഭൂമിയിലായിരിക്കുന്നു എന്ന് അനേക സന്ദർഭങ്ങളിൽ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. In the scripture many times it is written that we are a vessel for God. നമ്മൾ ദൈവസന്നിധാനത്തിൽ ചെല്ലുന്നിടം വരെ പലപ്പോഴും നമ്മളെ കൊണ്ട് എന്തു ചെയ്യുവാൻ കഴിയുമെന്ന് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. Sometimes we often don't know what are we capable of. അതിനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപാട് ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. There are many examples in the Old Testament and the New Testament. അബ്രഹാം ഒരിക്കൽ തന്റെ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഞാനൊരു മകനുമില്ലാതെ എന്റെ ദാസനാണ് എന്റെ ഈ സ്വത്തുവകകളൊക്കെ അനുഭവിക്കാൻ പോകുന്നതെന്ന്. Here once Abraham says, God, I don't even have a son, my servant, he's going to take my inheritance. അവൻ വിചാരിക്കുന്നത് അവൻ മക്കളില്ലാതെ മരിച്ചു പോകും, അതിന്റെ ശേഷം തന്റെ ദാസൻ ഈ അവകാശമൊക്കെ കിട്ടുമെന്നാണ്. Here Abraham is thinking that he's going to die without a child and that his servant is going to inherit all his possessions. അവൻ ഈ കംപ്ലൈന്റുമായി ദൈവത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ ദൈവം പറയാണ്, നീ ആകാശത്തേക്ക് നോക്കെ, ഭൂമിയിലെ മണല്, സമുദ്രതീരത്തുള്ള മണല് നോക്കെ, അതുപോലെ നിന്റെ മക്കളായി തീരും, നീ അനേക ജാതികൾക്ക് പിതാവായി തീരുമെന്നാ പറഞ്ഞു. When Abraham went to God in front of God with that complaint, God said, look at the sky and everything in the earth, and your children will be as much as these. തനിക്ക് മക്കളില്ലാത്തത് കൊണ്ട് തന്റെ ദാസൻ അനുഭവിക്കുന്ന ആ ഒരു പ്രതീക്ഷയിൽ താൻ മുന്നോട്ട് പോകുമ്പോൾ നിരാശയും ദുഃഖവും വിഷമവും മാത്രമേ അബ്രഹാമിന് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. Abraham had only despair and hopelessness in front of him. എന്നാൽ ദൈവത്തിന്റെ മുൻപിൽ വന്നപ്പോൾ ദൈവം പറയുന്നത് അതൊന്നും ശരിയല്ല, നീ അനേക ജാതികൾക്ക് പിതാവായി അനേക മക്കളുള്ള അനേക ജനസമൂഹത്തിന്റെ പിതാവായി വാഴുമെന്നാണ്. But when he went to God with this concern, God says, no, I will make you the father of many nations. അതുപോലെ തന്നെയാണ് പൗലോസിനെ കുറിച്ച് നമുക്കൊരു പരീശനായി ദൈവസഭയെ ഉപദ്രവിക്കുന്നവനായി നടക്കുന്നതായിട്ടാണ്
തനിക്കറിയാവുന്നത്. Likewise, Paul used to be someone that used to persecute the church. എന്നാൽ ദൈവം അവനെ സന്ദർശിച്ചപ്പോൾ ദൈവം അവനോട് പറയുന്നത്, നീ ജാതികളുടെ ഇടയിലും രാജാക്കന്മാരുടെ ഇടയിലും എന്റെ സുവിശേഷം പറയുന്ന തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മാനപാത്രമാകുന്നു എന്നാണ്. But when God touched him, he said that I will make you a great one amongst the Gentiles. യഹൂദന്മാരെന്ന കൂട്ടമുള്ള ഒരു ചെറിയ ഗ്രൂപ്പിലെ ഒരു പരീശനായി നിയമവും പാലിച്ച് ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച് ജീവിക്കുന്ന കാഴ്ചപ്പാടേ തനിക്കുള്ളൂ. Paul his whole life used to be as a Pharisee amongst the Jews. എന്നാൽ ദൈവം അവനെ കുറിച്ച് കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മിഷണറിയായി എല്ലാ അറിയപ്പെടുന്ന രാജ്യങ്ങളിലൊക്കെ പോയി സുവിശേഷം പറയുകയും രാജാക്കന്മാരോടും പ്രത്യേകിച്ച് റോമ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ചിലരെ രക്ഷിക്കാൻ പോലും ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. Here God is using him as a man as going through many nations to work in the midst of Gentiles and even converting, speaking gospel to the emperor of Rome and people's അതുപോലെ തന്നെ household. ദാവീദിനെ നോക്കിക്കേ. ദാവീദിന്റെ അപ്പനും അമ്മയ്ക്കും അവനൊരു ഇടയനാണ്. സഹോദരന്മാർക്ക് ഒരു കൊച്ചു അനുജനായി ആടിനെ നോക്കിക്കൊണ്ട് കാട്ടിൽ നടക്കേണ്ട ഒരു വ്യക്തിയായിട്ട് മാത്രമേ അവനെ കാണുന്നുള്ളൂ. Here also example is King David in front of his parents and his siblings. He was just a little boy, a little shepherd. ദാവീദിനും വലിയ കാഴ്ചപ്പാടൊന്നുമില്ല. ദാവീദും ഒരിക്കൽ പറയുന്നത്, ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നെ കണ്ടെത്തി ഈ രാജസ്ഥാനത്ത് കൊണ്ടുവന്നു എന്നാണ്. David himself did not have a very high expectations of himself. He says that God found me as a shepherd and brought great things through me. അപ്പോൾ ദൈവം അവനെ കാണുന്നത് അവൻ ഗോലിയാത്ത് എന്ന മല്ലനെ കൊല്ലുകയും അതിന്റെ ഫലമായി രാജ്യത്വത്തിൽ വന്ന് ഏറ്റവും നല്ല രാജാവായി ഇസ്രായേലിൽ ഭരിക്കുന്ന ഒരു രാജാവിനെയാണ് ദൈവം ദാവീദിൽ കണ്ടത്. Though David didn't have a high expectation of himself, here God is saying that God used him to defeat Goliath and made him the greatest king Israel has ever known. പത്രോസിനെ കുറിച്ച് അയൽവക്കക്കാരോടും സഹോദരങ്ങളോടും ചോദിച്ചാൽ നല്ല മിടുമിടുക്കനായ ഒരു മുക്കുവനാണെന്ന് പറഞ്ഞേക്കും. If you ask the neighbors of Peter, they will say that he was a good fisherman. അവനോട് ചോദിക്കുക, നിന്റെ ജോലി എന്താണ്, നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ തനിക്കും പറയാനുള്ളത്, ഞാൻ നല്ല ഒരു മീനെ പിടിക്കുന്നവനാണെന്ന് പറയും. Even if he asks Peter, what are your good qualities, he will say that I'm a really good fisherman. കർത്താവിന്റെ സന്നിധാനത്തിൽ അവൻ കടന്നു വന്നപ്പോൾ ആദ്യം തന്നെ ദൈവം പറയുന്നത്, നീ ഒരു പാറയാണ്, ഈ പാറ എന്ന നിന്നെ ഞാൻ ഒരിക്കൽ ഉപയോഗിക്കും. ജാതികളുടെ ഇടയിലും യഹൂദന്മാരുടെ ഇടയിലും ശമര്യക്കാരുടെ ഇടയിലും മുഴുവൻ ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കുവാൻ നിന്നെ ഞാൻ ഉപയോഗിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. When Peter first met Jesus, Jesus told him, you are a rock and I will use you amongst all the nations. അപ്പോൾ നാം ആരാണെന്നുള്ളത് ദൈവസന്നിധാനത്തിൽ ചെല്ലാത്തിടത്തോളം കാര്യം നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മുടെ ഡ്രീം അനുസരിച്ച് നാം ഒതുക്കുന്നവരായിരിക്കും. Sometimes we can be consumed by our own dreams until we come close to God. We don't typically realize what we are capable of. ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഐഫോൺ പോലെയാണ്. ഈ ഐഫോണ് ഉണ്ടാക്കിയവനെ അറിയത്തുള്ളൂ ഇതുകൊണ്ട് എന്തെല്ലാം സാധിച്ചെടുക്കുമെന്നുള്ളത്. It is like the iPhone that I'm holding. The person who made it knows all the features that are in it. ഞാൻ ചിലപ്പോൾ ഇത് ഒരു കമ്പ്യൂട്ടർ ആയിട്ട് ഉപയോഗിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റർ ആയിട്ട് ഉപയോഗിച്ചേക്കാം, ഫോൺ വിളിക്കാൻ ഉപയോഗിച്ചേക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കാം. കാരണം ഞാൻ ഇത് വാങ്ങിയതാണ്. എനിക്കിത് ഉണ്ടാക്കിയതിന്റെ യഥാർത്ഥ ഉദ്ദേശം അറിയാത്തതിനാൽ ഞാൻ എപ്പോഴും ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കുള്ളൂ. My knowledge of the iPhone is very limited. I use certain features in it, but I don't know all the features that it's capable of. എന്നാൽ ഇത് ഉണ്ടാക്കിയ മനുഷ്യനോട് ചോദിച്ചാൽ അവന് 100 കണക്കിന് ഉപയോഗങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. But the one who created it can tell you about the many features that it has. അതുപോലെയാണ് നമ്മെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ചെല്ലാത്തിടത്തോളം കാലം നമുക്കറിയാവുന്നതും കേട്ടു പരിചയമുള്ളതും കണ്ടു പരിചയമുള്ള ചില കാര്യങ്ങളിൽ നാം നമ്മെ തന്നെ ഒതുക്കി ജീവിക്കുന്നവരാണ്. It is just like this. Until we reach to the presence of God, we do not realize what are we capable of. എന്നാൽ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ചെല്ലുമ്പോൾ ഇവിടെ പൗലോസ് തിമോത്തിയോസിനോട് പറയാ, നിന്നെ ഉടമസ്ഥന് കൊള്ളാവുന്ന നല്ല പ്രവൃത്തിക്ക് ഉപയോഗിക്കുന്ന ഒരു വലിയ പാത്രമാക്കി നിന്നെ മാറ്റും. When you come to the presence of God, here Paul is telling Timothy that he will be useful to the master and prepared to do any good work. അത് പറയുന്നതിന് മുമ്പേ അവനോട് പറയുന്ന ചില കാര്യമുണ്ട്. നീ ഒരിക്കലും ലജ്ജിക്കാൻ സംഗതി വരുന്ന ഒരു വേലക്കാരനാകാൻ പാടില്ല. 15-ാം വാക്യത്തിൽ തന്നോട് പറയുകയാണ്. Here in verse 15, Paul is saying that you should never be someone who's ashamed
to be the servant of God. നീ ദൈവവചനം വിവേചിക്കുമ്പോൾ, ദൈവവചനം ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ, ഒരു കാലത്തും മറ്റുള്ളവരുടെ ഇടയിൽ ലജ്ജിക്കപ്പെട്ട് അപമാനിക്കപ്പെടുന്ന ഒരു ദൈവദാസനായിരിക്കാൻ പാടില്ല. He says, do not be ashamed to spread the gospel and to teach the word. ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കിയാൽ എത്രയോ ദൈവമനുഷ്യരെ, ദൈവവചനം ഉപയോഗിക്കുന്നവരെ, വളരെ ഫേമസ് ആയവരെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചിട്ട് അപമാനിക്കപ്പെടുന്നത് എപ്പോഴും ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയുന്നു. Here very often we'll see that many men of faith, the great servants of God, say things that are completely contrary to what the scripture teaches and become ashamed. അവരുടെ പ്രവചനങ്ങളും അവരുടെ ഇന്റർപ്രിട്ടേഷനും ഒക്കെ പിന്നീട് മീഡിയ എടുത്തിട്ട് വളരെ ലജ്ജാകരമായി അവരെ ചിത്രീകരിച്ച് ദൈവജനത്തിനും ദൈവരാജ്യത്തിനും കർത്താവിനും അപമാനമാക്കി കാണിക്കുന്നത് നമ്മുടെ ദൃഷ്ടിയിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. They use the prophecies and interpretations from the scriptures and people ridicule them. അതുകൊണ്ട് ആ അപ്പോസ്തലൻ പറയുകയാണ്, നീ ഒരിക്കലും ഒരു ലജ്ജ വരുത്തുന്ന വേലക്കാരനാകാൻ പാടില്ല. And so Paul is telling Timothy that do not let people ridicule you. പിന്നെ ആവശ്യമില്ലാതെ വായിൽ വരുന്നതെല്ലാം പാട്ട് എന്ന കോതയ്ക്ക് പാട്ടെന്ന് പറയുന്നത് പോലെ നീ പറയാൻ പാടില്ല. നീ അത് അർബുദബാധി പോലും മറ്റുള്ളവർക്ക് ദോഷം ചെയ്തതാണ്. അതുകൊണ്ട് നിന്റെ വാക്കുകളെയും നീ സൂക്ഷിക്കണം. And here Paul is telling Timothy that be very careful with the word you use and choose. സത്യം വിട്ടുപോയ ചിലരുടെ കൂടെ കൂടി അവരുടേതായ പാത പിന്തുടരാതെ ദൈവം നിന്നെ വിളിച്ച് ആക്കി വെച്ചിരിക്കുന്നതിന്റെ ആ ഉദ്ദേശം നീ മനസ്സിലാക്കണം. He says, do not follow after people who has departed from the truth, but know the God's grace and the plan that he has for you. അതിനുവേണ്ടി സകല അനീതിയും നീ വിട്ട് ഓടിപ്പോകണം. In order to do that, you must run away from all the unrighteousness. അങ്ങനെ സകല അനീതിയും വിട്ട് ദൈവത്തിന് കൊള്ളാവുന്ന, ദൈവത്തിന് മാന്യത വരുത്തുന്ന ഒരു ദൈവദാസനായി നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ ദൈവം നിന്നെ വളരെയധികം ഉപയോഗിക്കും. And he says that you must pursue God with faith, love, and peace, and God will use you mightily. ഇവിടെ തിമോത്തിയോസിനോട് ചോദിച്ചാൽ, തിമോത്തിയോസിനെ തൻ്റെതായ ചില കാര്യങ്ങളുണ്ട്. താൻ എഫെസോസിൽ പാസ്റ്ററായിട്ടിരിക്കുകയാണ്, വലിയ കാര്യങ്ങളൊക്കെ അറിയാം. എന്നാൽ ദൈവം പറയുന്നത് തിമോത്തിയോസിനെ കൊണ്ട് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ട് എന്നാണ്. Here Timothy, he's a pastor at a church in Ephesus, and Paul is telling Timothy that God has a much higher plan for you. അപ്പോൾ ഒന്നാമതായിട്ട് താൻ മനസ്സിലാക്കണം താൻ ആരാണ്, എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തനിക്ക് ചെയ്യുവാൻ കഴിയുള്ളൂ. First, Timothy must understand who he is in Christ in order to do these great things that God has നമ്മളെ തന്നെ ordained. ഐഡന്റിഫൈ ചെയ്യാത്തിടത്തോളം കാലം, നാം ആരാണെന്ന് നമുക്കറിയാത്തിടത്തോളം കാലം നാം ചെയ്യേണ്ടത് ചെയ്യുകയോ പറയേണ്ടത് പറയുകയോ ചെയ്യാതെ നാം തപ്പിത്തടയുന്നവരായിരിക്കും. Until we know who we are and what our purpose is, many times we often go astray. ഇവിടെ ദൈവമായ കർത്താവ് അവനെ വിളിക്കുന്നത് നീ ദൈവത്തിന്റെ മനുഷ്യനാണെന്നാണ്. Here God is telling him that you are a man of God. തീമോത്തിയോസിനെ കുറിച്ച് 2 പ്രാവശ്യം അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, നീ ദൈവത്തിന്റെ മനുഷ്യനാണെന്ന്. Here Paul told Timothy twice that you are the man of God. അപ്പോൾ ദൈവത്തിന്റെ മനുഷ്യനായിരിക്കുന്ന നിനക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ആവശ്യമുണ്ട് എന്നാണ് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നത്. Here's the Spirit of God is telling them that if you are the man of God, there are some standards. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇരിക്കുമ്പോൾ നീ നിന്നെ തന്നെ മറ്റുള്ളതിൽ നിന്ന് വേർതിരിഞ്ഞ് വിശുദ്ധനായിരിക്കണം. When you are following that standard, you would depart yourself from all the unrighteousness. നീ വെടിപ്പുള്ളവനായിരിക്കണം. You must be blameless. വെടിപ്പുള്ളവനല്ല എങ്കിൽ നാം ഓരോരുത്തരും ചെയ്യുന്നത് പോലെ വെടിപ്പുള്ള പാത്രം എടുത്ത് നാം ഉപയോഗിക്കുന്നത് പോലെ ദൈവം തമ്പുരാൻ വെടിപ്പുള്ള പാത്രത്തെ മാത്രമേ ഉപയോഗിക്കുള്ളൂ. Here he says God is only using someone that is blameless in his sight. ഇപ്പൊ നാം നമ്മുടെ അടുക്കളയിലേക്ക് കടന്നു ചെന്ന് നാം എപ്പോഴും കുടിക്കുന്ന നമുക്ക് ഇഷ്ടമുള്ള ഒരു ഗ്ലാസോ കപ്പോ എടുത്ത് വെള്ളം കുടിക്കുവാൻ ചെന്നപ്പോൾ ആ പാത്രം നാറുന്നതാണെങ്കിൽ അതിന് ഗ്രാച്ചിയുണ്ട് എങ്കിൽ നാം അത് മാറ്റിയിട്ടിട്ട് അവിടെയുള്ള വേറൊരു പാത്രം എടുത്ത് ഉപയോഗിക്കുന്ന പതിവുണ്ടല്ലോ. Even us, when we in our kitchen, either we're drinking or eating, when we come across an unclean vessel, we don't use it. Plate, we don't use it. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾക്ക് ഇഷ്ടമുള്ള പാത്രം അൺക്ലീൻ ആയിരുന്നാൽ, അത് വൃത്തികേടായിട്ടിരുന്നാൽ, അത് തന്നെ വേണം, അത് തന്നെ ഞാൻ ഉപയോഗിക്കുള്ളൂ എന്ന് ശാഠ്യം പിടിക്കാത്തതുപോലെ ദൈവം തമ്പുരാനും നീ എത്ര പ്രിയപ്പെട്ടവനാണെങ്കിലും എത്ര നല്ലവനാണെങ്കിലും നിന്നിലെ അശുദ്ധിയും അനീതിയും അക്രമവും ഉണ്ടെങ്കിൽ അതിനെ മാറ്റിവെച്ചിട്ട് വിശുദ്ധമായത് നല്ലതിനെ ദൈവം ഉപയോഗിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Here God in short saying that he will use someone that is blameless and does not fall on the way of unrighteousness. നാം ഒരു മോശമായ വൃത്തികെട്ട ഒരു പാത്രം എടുത്തിട്ട് ചിലപ്പോൾ ചെളിവെള്ളം കോരാൻ ഉപയോഗിച്ചേക്കും. Sometimes we use dirty dish to
do some yard work. പക്ഷേ അതൊരിക്കലും നമുക്ക് കുടിക്കാനുള്ള കിച്ചണിലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറില്ല. But we would never use a dirty dish to drink water or eat out of. അതുപോലെ ദൈവം തമ്പുരാൻ നമ്മളെയും ചിലപ്പോൾ മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ സാധ്യതയുണ്ട്. Therefore, there's a chance that we could use this for purposes other than good. അപ്പോൾ ദൈവത്തിന്റെ സന്നിധാനത്തിൽ വന്ന് ഞാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടോ എന്ന് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവനെ ഉപയോഗിച്ചത് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി അവൻ ചില കാര്യങ്ങൾ ഉപയോഗിച്ചാൽ അത് നല്ലതിനായിരിക്കണമെന്നില്ല. So sometimes when we bring in all our uncleanness and say that we were doing God's work, God is saying, no, you're not doing my work. ഇസ്രായേൽ മക്കൾ പാപം ചെയ്തപ്പോൾ അവരെ അടിക്കുവാനായി അവരെ ശിക്ഷിക്കുവാനായി നെബൂഖദ്നേസർ എന്ന കിങ്ങിനെ ദൈവം ബാബേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നതായി പറഞ്ഞിട്ടുണ്ട്. When the Israelites were sinning and turning against God, here Scripture says that Nebuchadnezzar came as their enemy. നെബൂഖദ്നേസർ വളരെ ദുഷ്ടനായി ജീവിച്ചപ്പോൾ കോരേശ് എന്ന രാജാവിനെ പേര് ചൊല്ലി വിളിച്ചിട്ട് അവരുടെ രാജ്യം അവസാനിപ്പിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. When Nebuchadnezzar became very evil, there God raised another king, Koresh, to defeat Nebuchadnezzar. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അവൻ മനുഷ്യവർഗത്തിന് വേണ്ടി മരിക്കണമെന്നുള്ളത് കൊണ്ട് ഒരു ദിവസം കയ്യപ്പാവ് എന്ന മഹാപുരോഹിതൻ യേശു മരിക്കുന്നത് നല്ലതാണെന്ന് പ്രവചിക്കുകയും ചെയ്തു. When Jesus Christ came to the earth to die for the humanity, there was a prophet that said that Jesus Christ must die for the sin of humanity. അതുകൂടാതെ യൂദയെ കർത്താവ് ഒറ്റിക്കൊടുക്കുവാനായിട്ട് അവനോട് പറഞ്ഞു, നീ ചെയ്യുവാനുള്ളത് വേഗം ചെയ്യാൻ പറഞ്ഞു. So in order for Judas to disown Jesus, God told Judas to do the work that you're required to do. പീലാത്തോസിനെ കർത്താവായ യേശുവിനെ ക്രൂശിക്കാ എന്ന് കൽപ്പന കൊടുക്കുവാൻ ഉപയോഗിച്ചു. Pilate was also used to crucify Jesus. ഈ നെബൂഖദ്നേസറിനും കോരേശിനും യൂദയ്ക്കും കയ്യഫാവിനും അതായത് പീലാത്തോസിനും വേണമെങ്കിൽ പറയാം ഞാൻ ദൈവത്തിന്റെ വേലയാണ് ചെയ്തതെന്ന്. Here you can Nebuchadnezzar, Pilate, Judas, they can all say that here I am doing the Lord's work. എന്നാൽ അതൊന്നും നല്ല പ്രവൃത്തിക്കായിട്ടല്ല കർത്താവ് അവരെ ഉപയോഗിച്ചത്. But those men were not used to do good work for the Lord. ഇന്ന് അതുപോലെ ഒരുപാട് പേർക്ക് പറയാൻ കഴിയും, ഞാനും ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവനാണ്, എന്നാൽ ദൈവം നിന്നെ എന്തിനാണ് ഉപയോഗിച്ചത് എന്ന് നീ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Therefore many people can say today that I'm being used for God's purpose, but it is time for us to think about what are we doing. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയാ, നിന്നെ ദൈവം ഉപയോഗിക്കുന്നത് എങ്ങനെയെങ്കിലും എന്തിനെങ്കിലും ഉപയോഗിക്കുവാനല്ല, അവന് മാന്യപാത്രമായി നല്ല പ്രവൃത്തിക്കായി നിന്നെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം നീ വിശുദ്ധവും വേർതിരിഞ്ഞവനുമായിരിക്കണം. Here Paul is telling Timothy that God does not intend to use you lightly, be a vessel to do great work for the Lord. അതിനു വേണ്ടി നീ ഒരുങ്ങിയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. He says be prepared for it. അപ്പോൾ നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കണം, അതുകൂടാതെ നീ ഒരുങ്ങിയിരിക്കണം. You must cleanse yourself and you must be prepared. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ പലപ്പോഴും നാം വേർപെട്ടവരായിരിക്കാം, പക്ഷേ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുവാൻ നാം ഒരുക്കമുള്ളവരാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Sometimes we can be departed from God, but we need to ask ourselves, are we prepared to do God's work? നമ്മൾ വേദപുസ്തകത്തിൽ നോക്കിയാൽ ഒരുങ്ങിയിരുന്നവരെക്കാൾ ഒരുങ്ങിയ കാര്യങ്ങൾ കർത്താവ് ചെയ്തതായി പലതും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി in the scripture there are many places where God says the work performed by those who were prepared. കർത്താവായ യേശുക്രിസ്തു അവസാനമായി പെസഹ കഴിക്കാൻ നേരത്തെ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, ഞങ്ങൾ എവിടെയാണ് നിനക്ക് വേണ്ടി പെസഹ ഒരുക്കേണ്ടതെന്ന്. On the Sabbath, the disciples asked Jesus, where must we do this? അപ്പോൾ ഈ പാസ് ഓവർ നടത്താൻ വേണ്ടി അവന് ചോദിച്ച സമയത്ത് കർത്താവ് പറയുകയാണ്, അവിടോട്ട് നിങ്ങൾ ചെല്ലേ, അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മണിമാളിക നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. The disciples asked, where are we having the Passover? Jesus said, go to this place, there is something that is prepared for you. ആ കർത്താവ് വേറൊരു സമയത്ത് പറഞ്ഞു, നിങ്ങൾ അങ്ങേട്ട ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ഒരു കഴുതയെയും അതിന്റെ കുട്ടിയെയും കാണും, അതിനെ അഴിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ അവരെ യേശുക്രിസ്തുവിന് വേണ്ടി ആ കഴുതക്കുട്ടയുടെ മുകളിൽ വസ്ത്രമിട്ട് ഒരുക്കിയപ്പോൾ യേശുക്രിസ്തു അതിന്റെ മുകളിൽ യാത്ര ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. In another instance, you'll see where Jesus told him to go to his village and you'll find a donkey and a colt, and they brought the donkey and laid garments on top of it. അതുപോലെ ഈ ജോസഫ് അരിമത്യാവ് തനിക്ക് വേണ്ടി വെട്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആരെയും അടക്കാത്ത ഒരു കല്ലറയിലാണ് കർത്താവിനെ അടക്കിയതെന്ന് വേദപുസ്തകം വിവരിക്കുന്നുണ്ട്. And Joseph says that he used the tomb that was prepared for God. അപ്പോൾ ദൈവത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നവരെയാണ്
വാക്കുകളെയാണ് കർത്താവ് എപ്പോഴും ഉപയോഗിച്ചത്. അത് സ്ഥലമാണെങ്കിലും അത് കഴുതയാണെങ്കിലും അത് കല്ലറയാണെങ്കിലും ഒരാൾ ഒരുക്കി വെച്ചിരുന്നത് കൊണ്ട് കർത്താവിന് അവരെ ഉപയോഗിക്കുവാൻ എളുപ്പമായിരുന്നു. Therefore, it was easy for God to use someone that was prepared to do his work. എന്നാൽ അതിനേക്കാൾ കാര്യമായി മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 5 കന്യകമാർ ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ സദ്യക്ക് പ്രവേശിച്ചു എന്ന് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. In Matthew chapter 25 says that there were 5 virgins who were ready and prepared, and they had ready and prepared. അപ്പോൾ കർത്താവ് നമ്മെ ഉപയോഗിക്കുവാൻ നല്ല വസ്തുവിന് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ നാം വെടിപ്പുള്ളവർ മാത്രമായാൽ പോരാ, നാം ഒരുക്കമുള്ളവരുമായിരിക്കണം. Therefore, in order to do good work for the Lord, we must be prepared. പലപ്പോഴും നമ്മുടെ വീടുകളിൽ പല വസ്തുക്കൾ ഉണ്ടെങ്കിൽ നാം അതത് ഉപയോഗിക്കുവാൻ അതതിന് കഴിവുള്ളതുപോലെ ഉപയോഗിച്ചില്ലെങ്കിൽ ആ ഉപയോഗം കൊണ്ട് വലിയ അർത്ഥമൊന്നും നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല. Even though there are many articles in our house, we use the article that is necessary for that situation. എന്റെ വീട്ടിൽ ഒരു വെട്ടുകത്തിയുമുണ്ട്, എന്റെ വീട്ടിൽ ഇലക്ട്രിക് സോയുമുണ്ട്. ഒരു മരം വെട്ടാൻ പോകുമ്പോൾ വെട്ടുകത്തി കൊണ്ട് എനിക്ക് 2 ദിവസം വെട്ടി അത് താഴെ ഇടാൻ കഴിയും. എന്നാൽ ഒരു ഇലക്ട്രിക് സോ എടുത്തോണ്ട് ഞാൻ പോയാൽ അരമണിക്കൂർ കൊണ്ട് ഒരു വലിയ മരമാണെങ്കിൽ എനിക്ക് അത് വെട്ടിയിടാൻ കഴിയും. I have an electric saw at home, and I also have a hatchet. But in order for me to cut down a tree, I have to use my electric saw. അതുപോലെ തന്നെ എന്റെ വീട്ടിൽ അരിവാളുണ്ട് പുല്ല് കണ്ടിക്കാന്. എന്നാൽ അതുപോലെ തന്നെ വീട് കട്ടറുണ്ട്. ആ വീട് കട്ടർ ഉപയോഗിച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് എനിക്ക് അവിടെ എല്ലാം വൃത്തിയാക്കാൻ കഴിയും. അരിവാൾ ഉപയോഗിച്ചാൽ ഞാൻ ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ പിന്നെയും കഴിയാതെ പോകുന്ന സന്ദർഭമുണ്ട്. Therefore, I also have a weed eater at my house, and I also have a blade. But in order for me to cut the grass properly, to clean the weeds, I have to use a weed eater. അപ്പോൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് അറിയാവുന്ന കർത്താവ് നിന്റെ അടുക്കൽ വരുമ്പോൾ നീ വേർതിരിക്കുന്നവൻ മാത്രമല്ല, ഒരുങ്ങിയിരിക്കുന്നവൻ മാത്രമല്ല, അതിന് സജ്ജമായി മനസ്സുള്ള ശക്തിയുള്ള രീതിയിലായിരിക്കേണ്ടത് ആവശ്യമാണ്. Therefore, in order for God to use us, we need to be someone that is prepared and knowing His will and be prepared to be used for His good work. ഞാൻ പല ഭവനങ്ങളിലും കയറി ചെല്ലുമ്പോൾ അവിടെ ക്ലോക്ക് ഉണ്ട്. പക്ഷെ ക്ലോക്കിലെ ബാറ്ററി വളരെ സ്ലോ ആയി, ചിലപ്പോൾ മണിക്കൂർ കണക്കിന് ഒന്നുകിൽ അത് പുറകിലായിരിക്കാം അല്ലെങ്കിൽ അത് മുന്നിലായിരിക്കാം. ചിലപ്പോൾ ഓടാതിരിക്കുന്ന ക്ലോക്കുകൾ അനേക വീടുകളിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. Sometimes when I go from house to house, sometimes I notice that the clock is not running properly. ക്ലോക്കിന്റെ ഉദ്ദേശം അത് സമയം കാണാനാണ്. അത് ബാറ്ററി ഇല്ല എങ്കിൽ അത് ഒരിക്കലും ശരിയായ സമയം കാണിക്കയില്ല. The purpose of a clock is to show you what time it is, but if it doesn't have battery, it is not capable of doing that. ഓടാത്ത വാച്ച് കെട്ടിക്കൊണ്ട് നടക്കുന്ന അനേക പ്രിയപ്പെട്ടവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. I also see many people who wears a watch that doesn't have battery in it. എന്തിനാണ് അവർ ഇത് കെട്ടുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു സമയം അറിയാനാണെന്ന് അവരാരും ചിന്തിക്കാറില്ല. ഒരു ഭംഗിക്ക് വേണ്ടി, ഒരു ചടങ്ങിന് വേണ്ടി വാച്ച് കെട്ടിക്കൊണ്ട് നടക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. Therefore, people wear watches. Sometimes that doesn't work just for casual purposes, just to look good. അപ്പോൾ ദൈവമായ കർത്താവ് നമ്മെ ഉപയോഗിക്കുവാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നാലും നാം ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഉപയോഗത്തിന്റെ പരാജയമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. So even if God gives us all these abilities to do the good work, if we are not willing and prepared, we will fail. അനേക വീടുകളിലേക്ക് കയറി ചെന്നാൽ എക്സസൈസ് ചെയ്യുന്ന മെഷീൻ അവിടെ ഇരിപ്പുണ്ട്. അതിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നത് തുണിയും ബാഗും അതുപോലെയുള്ള സാധനങ്ങളുമാണ് പല ഭവനങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളത്. In many homes there are equipments that are used to do exercise, but usually you'll find clothes and bag on top of it. നല്ല ഉദ്ദേശത്തിന് വേണ്ടി അവർ വാങ്ങിച്ചോണ്ട് വന്നതാണെങ്കിലും അത് ഉപയോഗിക്കാനായിട്ട് അവർക്ക് കഴിയാതെ വണ്ണം അത് മറ്റ് സാധനങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. It is not used for the purpose that is intended for. ഒരിക്കൽ ഒരു വ്യക്തി ഒരു ഫാക്ടറിയുടെ അടുത്ത് ചെന്ന് ഒരു ജോലി അന്വേഷിച്ച് ചെല്ലുകയുണ്ടായി. There's a story. There's one individual approached a factory. ആ ഫാക്ടറിയിൽ 2 സെക്യൂരിറ്റിയാണ് ഉണ്ടായിരുന്നത്. There were 2 securities at the factory. ഒരു സെക്യൂരിറ്റി റിട്ടയർ ചെയ്തപ്പോൾ ആ സ്ഥാനത്തിന് വേണ്ടി ഒരു വേക്കൻസി ഉണ്ടെന്നോർത്ത് അയൽവക്കത്തുള്ള ഒരു മനുഷ്യൻ ആ ജോലിക്ക് വേണ്ടി അവിടെ കടന്നു ചെന്നപ്പോൾ അതിന്റെ ഉടമസ്ഥനോട് ചോദിച്ചു, നിങ്ങളുടെ പഴയ ഒരു സെക്യൂരിറ്റിയെ കണ്ടില്ലല്ലോ, അവൻ എവിടെ പോയി എന്ന് ചോദിച്ചു. So there was 2 securities. One of them retired, and this man that lived close to the factory went to the owner of the factory and said, "Hey, I don't see the other security guard. What happened?" അവൻ റിട്ടയർ ചെയ്തെങ്കിൽ അവന്റെ സ്ഥാനത്തേക്ക് എന്നെ എടുക്കാമോ എന്ന് ചോദിച്ചു. If that man had retired, would you hire me in his place? അപ്പോൾ ആ ഉടമസ്ഥൻ പറഞ്ഞു, ആ മനുഷ്യൻ പോയത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു നഷ്ടവുമില്ല, വേക്കൻസിയും ഇല്ല. അവൻ വന്നാൽ അവൻ പ്രായമുള്ളവനായി
ആയിരുന്നുകൊണ്ട് വരുന്നപ്പം തൊട്ട് പോകുന്നിടം വരെ ഉറക്കമായിരുന്നു എന്ന് പറഞ്ഞു. The owner said that we did not see any laws of losing the security guard. He was a man of old age and all he did was sleep anyways. അപ്പൊ അതുകൊണ്ട് മറ്റേ മനുഷ്യനായിരുന്നു എപ്പോഴും ഇവിടെ കാവലി ചെയ്തിരുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് അവൻ തന്നെ മതി, അവൻ പോയ സ്ഥാനത്ത് ഒരു വേക്കൻസി ഇല്ല, അങ്ങനെ ഒരു വേക്കൻസിയുടെ ആവശ്യവുമില്ല എന്ന് So പറഞ്ഞു. he says there are no vacancy here because we only use the guard that we have now. ഇതുപോലെയാണ് നമ്മുടെയും പലരുടെയും ജീവിതം. Likewise, our life, some of our lives are just like this. നാം പേരിന് അവിടെ ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ടതായി ജോലി ചെയ്യാതെ നാം അവിടുന്ന് പോയാലും വന്നാലും ഇരുന്നാലും ഒരു നഷ്ടവും വരാത്ത രീതിയിൽ ഉടമസ്ഥരെ അത് കാണുന്നവരെ അതിനെക്കുറിച്ച് വീക്ഷിക്കാറുണ്ട്. Even though we are there in person, we don't do the work that is intended for us to do. അപ്പോൾ ദൈവമായ കർത്താവ് പറയുന്നത് നിന്നെ ഉപയോഗിക്കണമെങ്കിൽ നീ തന്നെ വെടിപ്പുള്ളവനാക്കി നിന്നെക്കുറിച്ച് ഈ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ഒരുങ്ങിയിരിക്കണം. Here Christ is saying that in order for me to use you, you must be blameless and be prepared to do my work. അതിന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീ തന്നെത്താൻ വെടിപ്പാക്കേണ്ടതിനു വേണ്ടി നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ നീ വിട്ടുകളയണം. It says you must cleanse yourself and get rid of some of the things that are in your life. നീ വിട്ടുകളയേണ്ടവയെ വിട്ടുകളഞ്ഞില്ല എങ്കിൽ അത് അപ്പോഴും നിന്നെ ശല്യം If ചെയ്തുകൊണ്ടിരിക്കും. you don't get rid of some of the things that are hanging on to you, it will always hang on to you. നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന് വേണ്ടി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നതിന് വേണ്ടി ആദ്യം അതിന് തടസ്സമായിരിക്കുന്ന കാര്യം എന്താണെന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. First, we need to identify what are the things that are holding us back from doing the work of God. വേദപുസ്തകം ഇവിടെ വളരെ ശക്തമായി പറഞ്ഞിരിക്കുന്നു, അനീതി വിട്ടകന്നിട്ട് വേണം നാം കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ. Scripture is very, very clear that you must leave the wickedness behind to approach God. അത് നാം വിട്ടോടിയിട്ട് അതിന്റെ 22-ാം വാക്യത്തിൽ പറയുന്നത് അത് യൗവനമോഹങ്ങളെയും അനീതികളെയും ഒക്കെ വിട്ടോടണം. അതുമായിട്ട് നമുക്കൊരു ബന്ധം പുലർത്താൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ അപമാനം വരുന്ന രീതിയിൽ നാം ജീവിക്കാൻ പാടില്ല. Here in verse 22 it says, flee the evil desires of the youth and pursue righteousness. അപ്പോൾ വിട്ടോടിയാൽ മാത്രം പോരാ, ചില കാര്യങ്ങൾ കൊണ്ട് നിന്റെ ഹൃദയം നിറയ്ക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. Not only should you turn away from wickedness, there are some things that are desired of you. പലരും പറയും, ഓ എന്റെ ജീവിതത്തിൽ അനീതിയൊന്നുമില്ല, അക്രമമൊന്നുമില്ല, പക്ഷെ അവര് നിറയ്ക്കേണ്ട കാര്യം അവരുടെ ഹൃദയത്തിൽ ഇല്ല എന്നുള്ളതാണ് ഒരു പരാജയം. Some people say there's no wickedness in my life, but the truth of the matter is there are things in the life that are not there. ഇവിടെ കർത്താവ് പറയുന്നത് നീ നിന്റെ ഹൃദയം നീതി കൊണ്ട് നിറയ്ക്കണം, വിശ്വാസം കൊണ്ട് നിറയ്ക്കണം, സ്നേഹം കൊണ്ട് നിറയ്ക്കണം, നിന്റെ ഹൃദയം ശുദ്ധമായിരിക്കണം. Here the scripture of Paul is saying that you must fill your heart with faith, love and peace. അതുകൂടാതെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കണം. And you must be of a pure heart, and you must keep peace with all the rest of the നീ ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ വിട്ടോടേണ്ടവയെ വിട്ടോടിയാൽ മാത്രം പോരാ. നിന്റെ ഹൃദയം ശുദ്ധമായി എല്ലാം ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമയാണ് നാം ഈ സമയത്ത് ഓർക്കേണ്ടത്. We need to remember this one parable that God said. ആ കർത്താവ് പറഞ്ഞു, ഒരിക്കൽ ഒരു മനുഷ്യനിൽ നിന്നൊരു ഭൂതം പുറത്തുപോയി, അങ്ങനെ പോയപ്പോൾ ഈ മനുഷ്യൻ തന്റെ ജീവിതമൊക്കെ ഒന്ന് ക്രമപ്പെടുത്തി അങ്ങനെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടിരുന്നു എന്ന്. There's a parable that says that once this evil spirit left this person, and this person went home and prepared many things in his home and in his life. ഈ ദുഷ്ട പിശാച് വെളിയിൽ പോയി അതിന് കയറി കൂടാൻ പറ്റുന്ന ഒരു സ്ഥലം അന്വേഷിച്ചപ്പോൾ താൻ ഇരുന്ന ഉടമസ്ഥന്റെ അത്രയും നല്ല ഒരു സ്ഥലം എങ്ങും കണ്ടില്ല. When the evil spirit departed and went around wandering a place to keep himself in, and the evil spirit came back saying that there's no better place for me to be than this. അവൻ മടങ്ങി വന്നപ്പോൾ ഇത് വളരെ വൃത്തിയായിട്ടിരിക്കുന്നു, അതുകൊണ്ട് അവനേക്കാൾ ദുഷ്ടമേറിയ വേറെ 5-6 പിശാചുക്കളെ കൂടി അങ്ങനെ 7 എണ്ണം ഒന്നിച്ചു വന്ന് അവന്റെ ശരീരത്തിൽ കയറി എന്നാണ് കർത്താവ് ഒരു ഉപമ പറഞ്ഞത്. When the evil spirit came back, he found a much cleaner place. So the parable says that he came back with 6 more evil spirit and resided in him. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം വിട്ടുകളയേണ്ടവയെ വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞിട്ട് എടുത്തു വെക്കേണ്ടവയെ വെക്കാതിരിക്കുമ്പോൾ പിശാച് അവിടെ പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. The scripture simply says that even if we depart from our wickedness, if you don't keep the things that are required of us in this life, there's a chance that the devil might use us. നാം നമ്മെ തന്നെ അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ, നമ്മുടെ ചുറ്റുപാടുമുള്ള റിയാലിറ്റിയും നാം മനസ്സിലാക്കിയിരിക്കണം. We must know ourselves and we must know the reality that is around us. ഒരു ദൈവ പൈതൽ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ ഈ ലോകത്തിൽ അന്യനും പരദേശിയുമായി ദൈവത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ
നമുക്ക് ശത്രുക്കളായി 3 കൂട്ടമുണ്ട്. നാം വസിക്കുന്ന നമ്മുടെ സ്വന്തം ജഡത്തിന്റെ ആഗ്രഹം നമ്മെ തോൽപ്പിക്കുവാൻ ശ്രമിക്കും. There are many things that are against the child of God. One of them is the desire of the flesh. അതുമാത്രമല്ല, ആ ലോകവും ലോകത്തിൻ്റെതായ എല്ലാ നല്ല കാര്യങ്ങളും നമ്മെ കാണിച്ചിട്ട് അതിന്റെ അട്രാക്ഷൻ നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പിശാച് നോക്കും. There's a desire of the flesh, and there's also the desire that devil puts in our hearts by showing us all the good things that are happening in this world and how much we should desire that. അതുമാത്രമല്ല, പിശാച് വ്യക്തിപരമായും നമ്മുടെ ജീവിതത്തിൽ നമ്മെ തകർക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. Not just that, the devil's going to work in our lives individually to destroy us. അപ്പോൾ നമ്മളുടെ ചുറ്റുപാടും നടക്കുന്ന റിയാലിറ്റിയെ കുറിച്ച് നാം മനസ്സിലാക്കാതെ നമ്മുടെ ജീവിതം നാം ആരാണെന്നുള്ള വിധത്തിൽ ജീവിക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയില്ല. Therefore, we must understand the reality that is around us and live a life accordingly. നാം ദൈവമക്കളാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നാം ഈ ലോകത്തിലെ ഒരു പട്ടാളക്കാരനെ പോലെയാണ് ജീവിക്കുന്നത്. നീ നല്ല പടനെ പോലെ എന്നോടൊപ്പം യുദ്ധസേവ ചെയ്യുവാൻ ഇതേ അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് അപ്പോസ്തലൻ തിമോഥെയോസിനെ ഓർപ്പിക്കുന്നുണ്ട്. Here in the beginning of this letter, Paul wrote to Timothy. He says, like a good soldier, come to battle with me. നമ്മുടെ ജഡത്തിനെതിരായും ഈ ലോകത്തിനെതിരായും പിശാചിനെതിരായും യുദ്ധം ചെയ്യേണ്ട ഒരു നല്ല പട്ടാളക്കാരനായിരിക്കാനായിട്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. You must be a good soldier who fights against the desires of the flesh, fights against the desires of the world. ഈ പട്ടാളക്കാരനായിരിക്കുന്ന ഉടനെ എപ്പോഴും കഷ്ടതയിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിൽ കൂടെയാണ് താൻ യുദ്ധം നേടിയെടുക്കുന്നത്, യുദ്ധത്തിൽ വിജയിക്കുന്നതെന്ന് യുദ്ധം കാണുന്നവരും കേൾക്കുന്നവരും കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം. Those who have been in the battle knows that the victory is won through many hard-fought battles. ഒരു പട്ടാളക്കാരനും എയർ കണ്ടീഷൻ ഒരു ബിൽഡിംഗിൽ ഇരുന്ന് കംഫോർട്ടബിൾ ആയുള്ള അവസ്ഥയിൽ ഇരുന്നിട്ട് ഒരു യുദ്ധവും ഒരിക്കലും ജയിക്കാറില്ല. A soldier does not sit in a building with AC. No, he wins battle on the field in the heat. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നത് നീ ഒരു നല്ല പടനായി എന്നോടൊപ്പം കഷ്ടം സഹിച്ച് യുദ്ധസേവ ചെയ്യാ എന്നാണ്. Therefore, Paul telling Timothy that you must be a good soldier and suffer and be a good soldier for the Lord. ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടി നാം മുന്നോട്ട് വരുമ്പോൾ ഒരു യൂസ്ഫുൾ ആയി തീരണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നാം ആയിരുന്നാൽ മാത്രമേ നമുക്ക് യുദ്ധസേവ ചെയ്യുവാൻ പറ്റുകയുള്ളൂ. We can only be a good soldier for the Lord if you come forward and do the things that God requires for us to do. അതിന് രണ്ടാം അധ്യായം തുടങ്ങുന്ന ഉടനെ തന്നെ ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്, നീ എന്തു ചെയ്യണം? എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടുക. Here Paul's telling Timothy in the beginning of 2nd chapter that you must be filled with the grace from God. നീ വേർതിരിയപ്പെട്ട് നല്ല പാത്രമായി ഉടമസ്ഥൻ ഉപയോഗമുള്ള പാത്രമായി തീരണമെങ്കിൽ ദൈവകൃപ നിനക്ക് ഏത് നിമിഷവും എപ്പോഴും ധാരാളമായി വേണ്ടിയിരിക്കുന്നു. In order for you to depart from this wickedness and be a good vessel useful for Christ, the grace of God is necessary. നീ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് സമ്മതിക്കയില്ല. അതിന്റെ കാരണം പറഞ്ഞിരിക്കുന്നത് നിയമപ്രകാരം ചട്ടപ്രകാരം ഒരു വ്യക്തി തന്റെ കാര്യങ്ങൾ ഗെയിംസിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും ഒരു യുദ്ധത്തിലാണെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് യുദ്ധമായി കണക്കാക്കയില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. Here it says that you cannot just do the things that you want to do, you must do it according to the will of God. നമ്മളെ ഇപ്പൊ ഗെയിംസും സ്പോർട്സും നോക്കുമ്പോൾ ഒരു വ്യക്തി തന്റെ ലൈൻ സൂക്ഷിക്കാതെ മറ്റുള്ളവരെ ഇടിച്ചിട്ട് മുന്നിൽ ഓടിക്കേറിയാൽ അത് ആ ഓട്ടം ഒരിക്കലും അത് ഒന്നാമത് വന്നെന്നോ രണ്ടാമത് വന്നെന്നോ കണക്കാക്കാതെ അവനെ ഔട്ടാക്കുന്നത് നാം എപ്പോഴും കണ്ടിട്ടുണ്ട്. You'll see that when runners run, they must stay within their lanes because that is the rule of that sport. ഒരുത്തൻ സോക്കർ കളിച്ചുകൊണ്ടിരുന്നാല് മറ്റേ ആളെ ഫൗള് വിളിച്ചാല് ആദ്യം വാണിംഗ് കൊടുക്കും, രണ്ടാമത് യെല്ലോ കാർഡ് കൊടുക്കും, മൂന്നാമത് അവന് റെഡ് കാർഡ് കൊടുത്ത് അവനെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. In the game of soccer, you know that when there's a foul that happens, first you get a warning, second you get a yellow card, and on the third one you get a red card. ലോകത്തിലെ ഏറ്റവും നല്ല കളിക്കാരനാണെങ്കിലും എല്ലാവരും അവന്റെ ഫാനാണെങ്കിലും അവൻ തെറ്റ് ചെയ്താൽ ഫൗള് ചെയ്താൽ അവനെയും മാറ്റി നിർത്തുന്നതാണ് ഈ ലോകത്തിന്റെ അനീതിയുള്ള ലോകത്തിൽ നാം കാണുന്നതെങ്കിൽ ദൈവമായ കർത്താവ് പറയുന്നത് നീ ചട്ടപ്രകാരം പോരാടുകയിൽ നിനക്ക് ഒരിക്കലും കിരീടം ലഭിക്കയില്ല. Even though you might be a really good player, you must play according to the rules of the game. And here God's saying that you need to have grace to do all the things that you want to achieve. ആയതുകൊണ്ട് നീ ദൈവത്തിന് ഉപയോഗമുള്ള നല്ല പ്രവൃത്തിക്ക് വേണ്ടി നിന്നെ ഉപയോഗിക്കണമെങ്കിൽ നീ ദൈവത്തിന്റെ കൃപ പ്രാപിച്ചിട്ട് നല്ല പടനെ പോലെ ക്രമപ്രകാരം കാര്യങ്ങൾ ചെയ്യണം. For God to use it for his plan and purpose, you must be a good soldier and be prepared to do the battle. എന്തെങ്കിലും എങ്ങനെയെങ്കിലും ചെയ്ത് യേശുവിന്റെ നാമത്തിൽ പോലും പ്രസംഗിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. God did not allow someone to just
be used in any matter that they thought fit. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ നമ്മുടെ പണത്തിന്റെയോ നമ്മുടെ ഇൻഫ്ലുവൻസിന്റെയോ കെയർ ഓഫിൽ നമ്മുടെ വാക്ചാതുര്യം കൊണ്ടോ സുവിശേഷ വേല പോലും ചെയ്യുവാൻ ദൈവം തമ്പുരാൻ അനുവദിച്ചിട്ടില്ല. God does not even allow us to minister based on our money or our influence or even the words, the prominent words we use. അപ്പോസ്തലനായ പൗലോസ് വളരെ ജ്ഞാനിയായിട്ടും താൻ പറയുന്നത്, ഞാൻ വാക്സാമർത്ഥ്യത്തിലല്ല നിങ്ങളുടെ അടുക്കൽ പ്രസംഗിക്കാൻ വന്നത്, പിന്നെയും വെറും ക്രൂശിനെ മാത്രം കാണിച്ചിട്ട് ക്രൂശിന്റെ വചനമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. Here Apostle Saul, even though he was a highly educated man, he simply says, I'm not here to say big words, I'm simply here to present to you Christ. ഹാശിമോൻ എന്ന് പറഞ്ഞ വ്യക്തി പണം കൊടുത്തിട്ട് മിനിസ്ട്രി വാങ്ങുവാൻ വന്നപ്പോൾ പത്രോസ് പറയുന്നത്, നിന്റെ പണം നിന്നോടൊപ്പം നശിച്ചു പോകട്ടെ, നിന്റെ ഹൃദയം നല്ലതല്ല, അത് പിശാചിന്റേതാണ് എന്ന് പറഞ്ഞ് അവനെ തിരസ്കരിക്കുകയായിരുന്നു ചെയ്തത്. When Simon the sorcerer gave money to buy into the ministry, Paul cursed him and said, let your money perish with you. അതുകൊണ്ട് ഈ ലോകം ഇന്ന് കാണുന്ന ഒരു കാര്യത്തിനും ദൈവത്തിന്റെ വചനം അനുവദിച്ചിരുന്നില്ല. God, the word of God did not allow things that are not according to the word of God. കർത്താവ് അതുകൊണ്ടാണ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ കാത്തിരുന്നിട്ട് ദൈവത്തിന്റെ ശക്തി പ്രാപിക്കണം. ആ ദൈവശക്തി ഉണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന നല്ല പാത്രങ്ങളായി നല്ല വേല ചെയ്യുവാൻ നിങ്ങൾക്ക് പ്രാപ്തരായി തീരുവാൻ ആ ദൈവശക്തിയാണ് നിങ്ങൾക്ക് വേണ്ടുന്നത്. God, Jesus telling his disciples that await and receive the grace and mercy the Lord has for you, and that is required for you to do the work of God. എന്നിട്ട് നിങ്ങളെന്നുള്ള ഭാവം വെടിഞ്ഞ് നിങ്ങളെ തന്നെ ത്യജിച്ചിട്ട് ഞാൻ എടുത്ത പാത ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. And the Lord said that you must deny yourself and take the cross up with me. നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്നത് നിന്നെ തന്നെ നീ ത്യജിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ ലോകത്തിലേക്ക് നാം നോക്കിയാൽ എല്ലാവരും തങ്ങളെ തന്നെ ഉയർത്തി തങ്ങളുടെ ഭൂതകാലത്തിലെ അവർ ആനയായിരുന്നു, അവരെ കുതിരയായിരുന്നു എന്ന് പറഞ്ഞു വലിയ വലിയ കാര്യം പറഞ്ഞാണ് അവർ സ്റ്റേജിൽ പോലും ദൈവവേല പോലും ചെയ്യുന്നത്. The word of God clearly says that you must first deny yourself. But I mean, you look at the world today, there are people walking around and glorifying themselves and edifying themselves in the front of others, especially in the ministry. തന്നെത്താൻ ത്യജിക്കേണ്ട സ്ഥാനത്ത് അവരെ തന്നെ ഉയർത്തുമ്പോൾ അവരിലുള്ള ആത്മാവ് ദൈവത്തിന്റെ താഴ്മയുടെ സ്വഭാവമല്ല, പിന്നെയോ ഉയർത്തുന്ന തന്നെത്താൻ ആദ്യം ഉയർത്തിയ പിശാചിന്റെ സ്വഭാവമാണ്. When you see that, it is not the spirit of humility, but it's the spirit from the devil who always wants to glorify himself. ആരുമല്ലാതിരുന്ന സ്ഥാനത്ത് ദൈവവേലയ്ക്ക് വന്ന് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട് കഴിയുമ്പോൾ അവരവരുടെ വാലറ്റം വെക്കുന്നതും അവരെ കുറിച്ച് പറയുന്നതും നമ്മൾ എപ്പോഴും കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. There are some people that came from nothing and came up through the work of God, and once people start to know him, they tend to get a little arrogant and glorify അവർക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടും ഞങ്ങൾ മുഖാന്തരം രോഗശാന്തി ഉണ്ടാകുന്നു, ഭൂതശാന്തി ഉണ്ടാകുന്നു, ഞങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയും, ഞങ്ങൾക്ക് വീര്യപ്രവൃത്തി ചെയ്യാൻ കഴിയും, ഞങ്ങൾ നിങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തരാണ് എന്ന് പറഞ്ഞ് അവർ കർത്താവിനോട് പോലും പറവാൻ മടി കാണിക്കാത്ത ഒരു കൂട്ടമായി തീരും. And they become a generation that takes pride in what they do and not give God the glory. എന്നാൽ ദൈവം അവരോട് പറയുന്നത്, നിങ്ങൾ നീതി ചെയ്തില്ല, നിങ്ങൾ അധർമ്മം ചെയ്തു, അതുകൊണ്ട് ഞാനും നീയുമായി ഒരു ബന്ധവുമില്ല, എന്നിൽ നിന്ന് വിട്ടുപോകുവാൻ കർത്താവ് പറഞ്ഞ ഒരു ഭാഗം മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. In Matthew chapter 7, you see that to those people God says, depart from me, I have nothing to do with you. മറ്റു ചിലർ പറയും, ഞാൻ ദൈവത്തെ വിളിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഇന്ന് നോക്ക് എന്നെ സമ്പൽ സമൃദ്ധിയിൽ ദൈവം നിറച്ചു, എനിക്ക് വേണ്ടുന്നതൊക്കെയുമുണ്ട്, കർത്താവിനെ പിൻപറ്റിയാൽ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ് മനുഷ്യനെ കബളിപ്പിക്കുന്ന ഒരുപാട് പേരെ ഈ തലമുറയിൽ നമുക്ക് കാണാൻ കഴിയും. In this generation there are many people out there speaking nothing but prosperity and says follow God and everything will be prosperous. അത് തന്നെയാണ് പിശാചും യേശുക്രിസ്തുവിന്റെ അടുക്കൽ പോലും എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ കാണുന്നതൊക്കെയും ഞാൻ നിനക്ക് നൽകാം, നീ എന്നെ ഒന്ന് വെറുതെ ഒന്ന് നമസ്കരിച്ചാൽ മതി. That is the same thing that the devil told Jesus, that I will give you everything that you see in front of you, you just need to worship me. ലോകത്തിന്റെ മഹിമയും സ്ഥാനവും മഹത്വവും പണവും പ്രതാപവും കാണിച്ച് ഞങ്ങൾ ദൈവത്തിന്റെ വേലക്കാരാണെന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് കർത്താവിന്റെ പ്രവൃത്തിയല്ല. നിനക്ക് ചുറ്റും നടക്കുന്ന റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. അത് നീ ആരാണെന്ന് കണ്ടിട്ട് നിനക്ക് ഓഫർ ചെയ്യുന്ന വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് അവന്റെ ഇഷ്ടമാണോ കർത്താവിന്റെ ഇഷ്ടമാണോ നീ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. Therefore, when people come to you and say, look at all the things I have, I earned all this from following Jesus, and here's
the scriptures strictly is teaching against that. ഇന്ന് സുവിശേഷ വേല മുഖാന്തരം കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ സ്വത്തുണ്ടാക്കിയ ഒരുപാട് പേരെ അവർക്ക് പറയാനുള്ളത് കർത്താവ് അവരെ അനുഗ്രഹിച്ചു എന്നാണ്. Here you see that there are many people who profited from the gospel, and they keep saying that it is because the Lord has allowed it. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ എങ്ങനെയാണ്, ആരാണ് തന്നത്? ഇതാണ് റിയാലിറ്റി. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങളെ തന്നെ ത്യജിച്ച്, നിങ്ങളുടെ വീട്ടുകാരെ ത്യജിച്ച്, നിങ്ങൾക്കുള്ളതിനെ ത്യജിച്ച് എന്നെ അനുഗമിക്കുവാൻ പറയുമ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി ദൈവത്താലാണ് ഇത് പ്രാപിച്ചിരിക്കുന്നതെന്ന് വേദപുസ്തകത്തിൽ ഒരൊറ്റ വാക്യം പോലും പറയുന്നില്ല. When the scripture clearly says you must first deny yourself and take up the cross and follow me, and when you see all these people that are promising all this great wealth and prosperity, we need to examine what are they teaching, where they come from. അപ്പോസ്തലനായ പൗലോസും ശീലാസും ഒരിക്കൽ ഫിലിപ്പിയുടെ തെരുവീതിയിൽ കൂടെ നടന്നപ്പോൾ ഒരു പിശാച് ബാധിച്ച ഒരു പെൺകുട്ടി വന്ന് അവരെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ ദാസന്മാർ, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ സത്യവചനം പ്രസംഗിക്കുന്നവരാണെന്ന് അവരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു. When Paul and Silas was walking down a shore one time, there was a young lady that came up to, full of evil spirit, came up to them and said, you are the true man of God, and what you speak is the truth. ആ പെൺകുട്ടി വിളിച്ചു പറഞ്ഞത് 100% ശരിയാണ്, പക്ഷെ അത് ദൈവത്തിന്റെ ദൂതല്ല, അത് പിശാച് ബാധിച്ച ഒരു പെൺകുട്ടിയിൽ നിന്നാകയാൽ അവരതിനെ അംഗീകരിച്ചുമില്ല, അതിനെ പ്രൊമോട്ട് ചെയ്തുമില്ല. What that young lady said was 100% correct, but since it was not from the Spirit of God, they try to cast the evil spirit from her. അവർക്ക് അതിന്റെ ഫലമായി വളരെയധികം അടിയും ഉപദ്രവവും ഏൽക്കേണ്ടി വന്ന് ജയിലിൽ പോകേണ്ടി വന്നു. എങ്കിലും അവരെ നല്ല വാർത്തയാണെങ്കിലും ആരാണ് പറഞ്ഞത്, എങ്ങനെയുള്ള വ്യക്തിയാണ് പറഞ്ഞതെന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. Even though they were jailed and suffered many persecutions, they had a discernment to realize who the messenger is and where does it come from. ഇന്ന് നമ്മുടെ ഇടയിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്, അവർ പറഞ്ഞത് ശരിയല്ലേ, അവർ പറഞ്ഞത് സത്യമാണല്ലോ, എന്തുകൊണ്ട് നമ്മൾ അതിനെ ത്യജിക്കണമെന്ന് പറയുന്ന 100 ആർഗ്യുമെന്റ് പറയുന്ന ഒരുപാട് പേര് നമ്മുടെ തലമുറയിൽ ജീവിക്കുന്നുണ്ട്. In this generation there are many that look at the prosperity side of it and say what they speak is true, and they speak from the word of God. അവർ ചിലപ്പോൾ ഭൂതങ്ങളെ പുറത്താക്കുന്നവരായിരിക്കാം, വീര്യപ്രവൃത്തി ചെയ്യുന്നവരായിരിക്കാം, രോഗികളെ സൗഖ്യമാക്കുന്നവരായിരിക്കാം. They might cast out evil spirit, they might heal, they might even speak sometimes from the word of God. അവർ പ്രവചിച്ചത് അതുപോലെ, ഈ പെൺകുട്ടി പ്രവചിച്ചതുപോലെ തന്നെ ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാവചനം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് അച്ചട്ടായി സത്യം പറയുകയും സാധ്യതയുണ്ട്. Their prophecy might even come true, just like the prophecy spoken by this young lady. എന്നാൽ പിശാച് പറഞ്ഞതുപോലെ, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ, എന്റെ ഇഷ്ടം ചെയ്താൽ ഞാൻ നിനക്ക് വേണ്ടുന്നതൊക്കെയും ഈ കാണുന്നതൊക്കെയും തരാമെന്ന് പറഞ്ഞ പിശാചാണോ അതോ നമ്മെ വിളിച്ച കർത്താവാണോ നമുക്കിത് തരുന്നതെന്ന് നാം ശ്രദ്ധിക്കണം. We need to realize that what we have, is it from the devil who said that worship me and I will give you everything that is in front of your eyes, or the Christ that says first deny yourself and pick up a cross and follow me. ഒന്നാമത് നാം ആരാണെന്ന് മനസ്സിലാക്കണം, രണ്ടാമത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന റിയാലിറ്റിയെ കുറിച്ച് ബോധമുണ്ടാകണം, മൂന്നാമത് നാം ഈ എടുക്കുന്ന സൂത്രവും അടവും വളവും ഒന്നുമില്ലാതെ നമ്മുടെ പിതാക്കന്മാർ അവർക്ക് ദൈവം കൊടുത്ത ദൈവശക്തിയാൽ ചെയ്തെടുത്ത കാര്യത്തെ കൂടെ ഓർക്കേണ്ടതുണ്ട്. First we must realize who we are in Christ. Second, we must realize the reality that is around us, and third, we must realize that the situations that our fathers faced and what they were able to do. അപ്പോൾ ഇതൊന്നുമില്ലാതെ, ഈ പണമില്ലാതെ, ഈ വക്രത ഉപയോഗിക്കാതെ, പോഷ്ക് പറയാതെ നമുക്ക് ദൈവത്തിന്റെ വേല പഴയ തലമുറകൾ ചെയ്തെടുത്തപ്പോൾ ഇതുപോലെയുള്ള സൗകര്യങ്ങളില്ലാതെ അവർ കാര്യങ്ങളെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നല്ല പാത്രങ്ങളായി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യവും വേണം. We must be conscious of the fact that the older generation, they did not have money, they did not have any possessions, they turned away from wickedness and was used for God's purpose. നാലാമതായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് ദൈവത്തിന് വേണ്ടിയാണ്. ദൈവത്തിന്റെ നാമത്തിന് ചില വ്യവസ്ഥകളുണ്ട്, ദൈവത്തിന് ചില സ്റ്റാൻഡേർഡ് ഉണ്ട്. അതുകൊണ്ട് ദൈവത്തെ റെസ്പെക്ട് ചെയ്യുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ വാക്കുകളും നമ്മുടെ എല്ലാവിധ കാര്യങ്ങളും. Our words and our actions must be respectful towards God. So when we do these things, there are some standards that are put forth by the scriptures. അങ്ങനെ നാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നെന്ന് പറയുമ്പോൾ മാത്രമാണ് നമുക്ക് വിട്ടോടുവാനും വേണ്ടതിനെ അംഗീകരിക്കുവാനും കഴിയുന്നത്. When we follow God according to what we just described, then only can you deny yourself and fulfill what God has assigned for you to do. നമ്മൾ ആരാണെന്നും നമ്മളെ കാണുന്നത് എങ്ങനെയാണെന്നും നമ്മുടെ പിതാക്കന്മാർ എങ്ങനെ ചെയ്തെടുത്തെന്നും ദൈവത്തിനുള്ള മഹത്വവും കൊടുക്കുമ്പോൾ നമ്മളെ തന്നെ നിയന്ത്രിക്കേണ്ടടുത്ത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. When we first realize that who we are in Christ and look at how the God helped our forefathers in the early days, we can come to that terms of
being in a situation where God can use us. നിങ്ങൾക്കറിയാമോ ഇന്ന് ലോകത്തിൽ ഭരിക്കുന്ന ഏകാധിപതികൾ അവരാണ് ലാസ്റ്റ് വേർഡ് പറയുന്നത്. അവർ പറയുന്നതാണ് നിയമം. അതുകൊണ്ട് അവർക്ക് എന്തുവേതും ചെയ്യുവാൻ അവർ ഒരിക്കലും തടസ്സം കാണിക്കയില്ല, എന്തുവേതും ചെയ്യുകയും ചെയ്യും. You see that in a lot of times in today's world, some of the leaders, they are the last authority to speak on something, so they can get away with a lot of things. അതാണല്ലോ ഈ ആഴ്ചയിൽ നാം കണ്ടത്. തുർക്കിയിൽ ഉണ്ടായിരുന്ന പണ്ടത്തെ കാലത്തെ ക്രിസ്ത്യ ദേവാലയമായി 5-ാം നൂറ്റാണ്ട് വരെ തുടങ്ങി മുന്നോട്ട് വന്നിരിക്കുന്നതായ ഒരു ദേവാലയം കഴിഞ്ഞ നാളുകളിൽ അതൊരു മ്യൂസിയമായി എല്ലാവർക്കും കടന്നു എന്ന് കാണത്തക്ക രീതിയിലാക്കിയിരുന്നത് തുർക്കിയുടെ പ്രസിഡന്റ് ഇന്നലെ തുടങ്ങി അതൊരു മോസ്കായി കൽപ്പിച്ചു. ആരെല്ലാം പറഞ്ഞിട്ടും കേൾക്കാഞ്ഞതിന് കാരണം താൻ അവിടുത്തെ സർവാധികാരിയായി ഭരിക്കുന്നത് കൊണ്ടാണ്. അവിടെ തെറ്റോ ശരിയോ എന്ന് നോക്കുന്നില്ല, തന്റെ ഇഷ്ടം നിവർത്തിച്ചെടുക്കുകയാണ്. You saw the situation in Turkey where the old church that was there from many centuries ago was turned into a museum, and now it turned into a mosque because they had the authority of the president behind it and their Supreme Court. അത് നമ്മുടെ ഈ ജീവിതത്തിൽ നാം നമ്മുടെ സ്വന്തം ഇഷ്ടം നമുക്ക് വേണ്ടതുപോലെ നമ്മുടെ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതാണോ അതോ കർത്താവിന് അപമാനം വരുത്താത്ത അവനും മാന്യത കൊടുക്കുന്ന കാര്യമാണോ? Likewise, are we achieving these things in life based on our own selfish needs and evil desires, or are we doing this to bring glory, honor, and praise to God? അതുകൊണ്ട് അപ്പോസ്തലൻ അവനോട് പറയുന്നത്, നീ ദൈവകൃപയാൽ കർത്താവായ യേശുക്രിസ്തു വിശ്വസ്തനായി എപ്പോഴും അവന്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയാതെ നിലനിൽക്കുന്നത് കൊണ്ട് നീ ലജ്ജിക്കാൻ വകയില്ലാത്ത വേലക്കാരനാകുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. First thing you see that Paul telling Timothy that you must be someone that is not scared to do God's work and be blameless in front of the Lord. ക്യാൻസർ പോലെ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന വാക്കുകൾ പറയാതെ നിന്നെ തന്നെ നീ സൂക്ഷിക്കണം. Instead of saying things that brings shame and weakness to other people, you must be a man of peace. സത്യം വിട്ടുപോകുന്നവരുടെ കൂട്ടത്തിൽ നീ പെടരുത്. You must not dwell amongst the people who are departed from the truth. നീ സകല അനീതിയും വിട്ടോടണം. You must run away from all unrighteousness. എന്നിട്ട് നിന്നെ തന്നെ ഒരുക്കുവാൻ നീതി, വിശ്വാസം, സ്നേഹം, ശുദ്ധഹൃദയം, അങ്ങനെ സമാധാനവും ആചരിക്കുന്ന വ്യക്തിയായിരിക്കും. And you must be someone that is that pursues righteousness, faith, love, and someone that must have a pure heart. അനേകരും പറയുന്നത്, ഞാൻ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ എനിക്ക് വിടുതലുണ്ട്, എന്നാൽ അത് പകുതി മാത്രമേ ആയിട്ടുള്ളൂ. Many people say that I'm residing in the blood of Jesus and I have victory, and that's half the story. ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, നീയാണ് വിട്ടോടേണ്ട വ്യക്തി. And here scripture is very clear that you are the person that needs to leave behind things. ഇന്നലെ വരെ നീ ചെയ്ത പ്രവൃത്തി കർത്താവ് ക്ഷമിച്ച് നിന്നെ ശുദ്ധീകരിക്കും. പക്ഷേ നീ വിട്ടോടേണ്ടവയെ വിട്ടോടി എടുക്കേണ്ടവയെ എടുത്തേ പറ്റുകയുള്ളൂ. If you don't run away from wickedness, none of these things matter. ഈ ഉപയോഗമുള്ള എന്ന പദം പുതിയ നിയമത്തിൽ 3 ഇടത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. The word useful is used in the New Testament 3 times. ഒന്ന് നാം ഇവിടെയാണ് നാം വായിച്ചത്. One is here. എല്ലാം വിട്ടോടി നല്ല പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗമുള്ളവനായിരിക്കുക. This is leave everything behind and be a person that is ready to do the good work. രണ്ടാമത് പൗലോസ് ഫിലോമോന് കത്തെഴുതുമ്പോൾ ഒനേസിമോസ് എന്ന് പറയുന്ന അടിമ തന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചിട്ട് റോമിലേക്ക് പോകുകയുണ്ടായി. The second is when Timothy is writing a letter to Philip. അവൻ പൗലോസിനെ കണ്ടിട്ട് തന്റെ ജീവിതത്തെ ക്രമീകരിച്ച് യജമാനന്റെ അടുത്തേക്ക് മടങ്ങിപ്പോയപ്പോൾ പൗലോസ് അവനെക്കുറിച്ച് എഴുതുകയാണ്, പണ്ട് അവൻ അടിമയായിരുന്നെങ്കിൽ ഇപ്പോൾ നിനക്ക് അവൻ യൂസ്ഫുൾ ആയ സഹോദരനായിരിക്കുന്നു. There was a servant that ran away from his master. When he came across Paul spoke to him and gave him a letter and send him back to his master that says, even though he ran out from you, now he's ready to do useful work. അപ്പോൾ അവൻ റോമിൽ പൗലോസിന്റെ അടുത്ത് താമസിച്ചാൽ അവൻ സുവിശേഷ വേലയാണ് ചെയ്തത്, പൗലോസിനെ സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ യൂസ്ഫുൾ ആകത്തില്ലെന്ന് പൗലോസിന് മനസ്സിലായി. Paul knew that just because he says that he lived in Rome with me and he's preached the gospel with me, that was not enough. അവൻ എവിടെ പരാജയപ്പെട്ടോ ആ പരാജയത്തെ ക്രമീകരിക്കത്തക്ക രീതിയിൽ പൗലോസിനെ കണ്ടുമുട്ടിയത് അത് ഇടയായി. അവൻ ഭവനത്തിലേക്ക് പോയി അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ച് ജീവിച്ചപ്പോൾ അവൻ വീണ്ടും ഉടമസ്ഥനെ ഉപയോഗമുള്ള വ്യക്തിയായി മാറി. He became a person that was useful to his master once he prepared himself to do that work. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് മർക്കോസിനെ കുറിച്ചാണ്. On the third use is spoken about Mark. മർക്കോസും പൗലോസും ബർന്നബാസും കൂടെ ഒന്നാം മിഷണറി യാത്രയ്ക്ക് യാത്ര തുടർന്നു. But Mark, Paul and Barnabas, when they were setting apart on their first missionary trip, എന്നാൽ കഷ്ടതയും ബുദ്ധിമുട്ടും വന്നപ്പോൾ മർക്കോസ് വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. when they faced trials and persecutions, Mark went back home. പൗലോസ് അവനെ കുറിച്ച് വിചാരിച്ചു, ഇവൻ ക്രിസ്ത്യ വേലയ്ക്ക് ഉപയോഗമുള്ളവനല്ല. Paul said that he is not useful to the work of the Lord. എന്നാൽ അവൻ മരിക്കുന്നതിന് മുമ്പേ തിമോത്തിയോസിനോട് പറയുക,
പറയുകയാണ്, തിമോത്തിയോസിനെ നീ മർക്കോസിനെ കൂടെ കൂട്ടിക്കൊണ്ടുവരണം, അവൻ എനിക്ക് ഉപയോഗമുള്ളവനായിരിക്കും. And you see at the end of Paul's life, he's writing a letter to Timothy that says, Timothy, go get Mark. He's a person that is useful to me. അവിടെയും തനിക്ക് പറ്റിയ തകരാറിനെ തിരുത്തി അവൻ ദൈവത്തിനും മനുഷ്യർക്ക് ഉപയോഗമുള്ളവനായി തീർന്നപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ മരിക്കുന്നതിന് മുമ്പേ അവനെ ഒന്ന് കാണണം, അവനെ കണ്ടിട്ട് അവനുമായി എനിക്ക് സമയം ചെലവഴിക്കണം, അവൻ എനിക്ക് മിനിസ്ട്രിക്ക് ഉപയോഗമുള്ളവനാണ്. Here Paul is saying that I need to see Mark. He's a man that is useful to the ministry. അതുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് നാം ഉപയോഗമുള്ളവനായി തീരുക എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഉപയോഗിച്ച് പീലാത്തോസിനെ ഉപയോഗിച്ചതുപോലെ, യൂദയെ ഉപയോഗിച്ചതുപോലെ, കോരേശിനെ ഉപയോഗിച്ചതുപോലെ അല്ല. So when we say that we are prepared to do God's work, it is not like the preparations that Judas or Pilate or any of the old prophets did. പൗലോസ് തന്റെ ജീവിതമാണ് പറയുന്നത്, എന്നെ കർത്താവ് ഉപയോഗിച്ചു, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, എൻ്റെ വിശ്വാസം കാത്തു, ഞാൻ എല്ലാം ചെയ്ത് ഞാൻ ഇപ്പോൾ വളരെ ഒരുക്കമുള്ളവനായി ദൈവത്തെ കാണുവാൻ കാത്തിരിക്കുകയാണ്. Paul is saying about himself that I ran my race and I ran the good race and did everything God has required for me to do. അതുകൊണ്ട് തന്റെ ജീവിതത്തെ കാണിച്ചിട്ടാണ് താൻ തിമോത്തിയോസിനോട് പറയുന്നത്, നീ നിന്നെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് ദൈവത്താൽ നല്ല പ്രവൃത്തിക്ക് നിന്നെ ഏൽപ്പിക്കുവാൻ ഒരുങ്ങിയിരിക്കുക. So Paul's showing himself as an example, his life as an example to Timothy, to say that to do the good work of God and be like me. അങ്ങനെ ദൈവത്താൽ നല്ല പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നീ ദൈവത്തിന് വേണ്ടി ഒരു മാനപാത്രമായിരിക്കും. When you are used to do the good work for the Lord, you will be of someone that is great joy to the Lord. ഓനേസിമോസിനെ പോലെ നീ അപകരിക്കേണ്ടതൊക്കെ അപകരിച്ച് വീട് വിട്ടിറങ്ങിപ്പോയവനാണെങ്കിൽ നീ കണ്ടിട്ട് അത് മനസ്സിലാക്കി മടങ്ങി വരുമ്പോൾ വീണ്ടും നീ ഉപയോഗമുള്ളവനായി തീരും. Even if you are departed from the truth, from the ways, once you repent and come back, he will still be useful for the Lord. ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും നീ ചെയ്തുകൊണ്ടിരുന്നത് ചെയ്യാൻ കഴിയാതെ തടസ്സമായി നീ ഒരു പിന്മാറ്റക്കാരനായിരിക്കുന്നുവെങ്കിൽ നീ മടങ്ങി മർക്കോസിനെ പോലെ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ നാമത്തിൽ പൗലോസ് വിളിച്ചു പറഞ്ഞതുപോലെ അവൻ എനിക്ക് പ്രയോജനമുള്ളവനാണ്. Even if you ran away from God and the purpose and the will he had for you, if you are willing to come back like Mark, just like Paul said, he can be someone that is useful for the Lord. നിന്റെ ജീവിതത്തെ ക്രമീകരിച്ച് നീ നല്ല പ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ നീ ഉപയോഗമുള്ളവനായിരിക്കും. Be someone that is ready and prepared to do the good work for the Lord. നീ ദൈവത്തിന് വിരോധമായി ചെയ്തതൊക്കെയും മനസ്സിലാക്കി മടങ്ങിച്ചെന്ന് യഥാസ്ഥാനപ്പെടുമ്പോൾ നീ ഉപയോഗമുള്ളവനായിരിക്കും. We must repent and turn back from our evil ways and follow the Lord, and you'll be someone that is useful for the Lord. കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസവും കണ്ട നീ ചെയ്തുകൊണ്ടിരുന്നതായ ആ പാഷനിൽ ആ വിട്ടുമാറി മെല്ലെ മെല്ലെ കർത്താവിന്റെ വേലയിലായി ഇപ്പോൾ അത് മനസ്സിലാക്കി മടങ്ങി വരുമ്പോൾ പൗലോസ് മർക്കോസിനെ കുറിച്ച് പറഞ്ഞതുപോലെ നീ വീണ്ടും ഉപയോഗമുള്ളവനായി. If you turn back because you saw trials and tribulations in your way, just like Paul saying about Mark, it is time for you to come back and repent and be useful to the Lord. ആയതുകൊണ്ട് കർത്താവിന്റെ നാമത്തിന് അപമാനം വരുത്താതെ കർത്താവിന് വേണ്ടി മാനപാത്രമായിരിക്കാൻ നമ്മളെ തന്നെ ഒരുക്കി നമുക്ക് കാത്തിരിക്കാം. Therefore we must be someone that is willing and prepared to do the good work of the Lord. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുകളയേണ്ടവയെ വിട്ടുകളയുമ്പോൾ എടുക്കേണ്ടവയെ എടുക്കുമ്പോൾ കർത്താവ് നിന്നെ ശ്രേഷ്ഠമായി ഉപയോഗിക്കും. We need to cast away all the things that are not of the Lord in our life and be ready to follow after Jesus. നമ്മുടെ ജീവിതം നോക്കാം, ഇന്ന് നാം കർത്താവിന് വേണ്ടി മഹത്വമുളവാക്കുന്ന ഉപയോഗമുള്ള വ്യക്തിയാണോ? Let us examine our life and see, are we someone that is being ready and prepared to do the work of the Lord? അതോ നമ്മുടെ ഭവനത്തിൽ നാം ഗാർബേജ് ക്യാൻ വെക്കും, അതും നാം ഉപയോഗിക്കുന്നുണ്ട്, ഏത് വിധത്തിലാണ് കർത്താവ് നമ്മെ ഉപയോഗിക്കുന്നത്? Or are we being used in a way that is not worthy according to scriptures? നമ്മുടെ അടുക്കലേക്ക് ആൾക്കാർ വരുമ്പോൾ സ്റ്റിങ്ക് ചെയ്യുമോ നാറുമോ അത് ആ ഗാർബേജ് ക്യാൻ പോലെ? When others see us, do they see us as doing the work of the Lord, or do they see wickedness and evil things? അതോ ശ്രേഷ്ഠമായി മഹത്വപൂർണ്ണമായ മറ്റു വെസൽ പോലെ ആയിരിക്കുമോ? Or are we like the vessel that is used for greater purposes? നിന്റെ ജീവിതം നിനക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. You know your life very well. കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് ഒനേസിമസ് വന്നതുപോലെ മടങ്ങി വരാം. It is time for you to come back in the presence of the Lord. ക്രമീകരിക്കേണ്ടത് ക്രമീകരിച്ച് മർക്കോസിനെ പോലെ നമുക്ക് ഉപയോഗമുള്ളവരായി It is time for you to prepare yourself and be like Mark and be ready. നീ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന തിമോത്തിയോസിനെ പോലെ ആണെങ്കിലും വിട്ടുകളയേണ്ടവയൊക്കെയും വിട്ടുകളഞ്ഞ് എടുക്കേണ്ടവയെ എടുത്ത് തന്നെത്താൻ ഒരുങ്ങി നമുക്ക് ഉപയോഗമുള്ളവരായി. Even if you are in the ministry just like Timothy was, it is time for you to cast away all the things that needs to be cast away from your life to be prepared to do even greater work. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, നിന്റെ സന്നിധാനത്തിൽ അടിയങ്ങൾക്ക് കടന്നു വന്ന് പാടുവാനും പ്രാർത്ഥിപ്പാനും നിന്റെ വചനം ഞങ്ങൾക്ക് ശ്രദ്ധിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ ഇടയാക്കി തീർത്തു. ഞങ്ങൾ നിന്റെ സന്നിധാനത്തിൽ കർത്താവെ, നിന്റെ സന്നിധാനത്തിൽ കടന്നു വരുമ്പോൾ മാത്രമാണ് ഞങ്ങളുടെ ഉപയോഗം എന്താണെന്ന് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട്
ഞങ്ങൾ കർത്താവിന് മാനപാത്രങ്ങളായി കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന നല്ല പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നവരായി തീരുവാൻ ഞങ്ങൾ വിട്ടുകളഞ്ഞ് എടുക്കേണ്ടവയെ എടുക്കുവാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ പറ്റിയ പരാജയം മനസ്സിലാക്കി മടങ്ങിപ്പോയി യജമാനന് ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ പറ്റിയ പരാജയങ്ങളെ കണ്ടുണർന്നിട്ട് അതിനെ ക്രമീകരിക്കുന്ന മർക്കോസിനെ പോലെയും ഉപയോഗമുള്ളവരായി തീരുവാൻ, ഒനോസിമോസിനെ പോലെ ഉപയോഗമുള്ളവരായി തീരുവാൻ, ജീവിതത്തിൽ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോയാലും അത് മാത്രമല്ല അതിനേക്കാൾ വലുത് നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ തീമോത്തിയോസിൻ്റെ പോലെ ഉപയോഗമുള്ളവനായി തീരുവാൻ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. ഇന്ന് അടിയനെ കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ, ദൈവം കൊണ്ട് നിറയ്ക്കണമേ. അവരും ദൈവത്തിന് കൊള്ളാവുന്ന നല്ല പാത്രങ്ങളായി മുന്നോട്ട് വരുവാൻ അവരെ നീ ഉപയോഗിക്കണമേ, സഹായിക്കണമേ. എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവേ. രോഗികളായി ദുഃഖിതരായി ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു, ഈ രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, ലോകത്തുള്ള ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. മനുഷ്യവർഗത്തോട് കരുണ തോന്നണമേ. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ രോഗത്തിൽ നിന്ന് എല്ലാവരെയും നീ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സമാധാനത്തോടും സന്തോഷത്തോടും പറഞ്ഞു വിട്ടാട്ട് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സംസർഗം കൂട്ടായ്മയും നമ്മളോട് നാം പ്രാർത്ഥിച്ച കാര്യങ്ങളോട് ലോകത്തുള്ള സകല ദൈവജനങ്ങളോടും എപ്പോഴും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതിന് നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. കർത്താവ് അതുവരെയും നമ്മെ സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ.